ഞാൻ തിരുമേനിയോട് പിതാവിനോട് എനിക്ക് വലിയ നന്ദിയുണ്ട്. എനിക്കും സുബാലിനെ പോലുള്ള ആൾക്കാർക്ക് നന്ദിയുണ്ട്, അനൂപനെ പോലുള്ളവർ നന്ദിയുണ്ട്. കാരണം നമ്മൾ മതേതരത്തിൽ വിശ്വസിക്കുന്നവർക്ക് സഭകൾ തമ്മിലൊരു പിണക്കം ഉണ്ടായാൽ, ഇതര സഹോദര സമുദായങ്ങൾ പിണക്കം ഉണ്ടായാൽ, ഇന്ന് കേരളത്തിൽ അവരെയെല്ലാം വിളിച്ചുകൂട്ടി ഒത്തുതീർപ്പാൻ കഴിയുന്ന ഒരു തിരുമേനിയേ ഉള്ളൂ. അത് നമ്മുടെ തിരുമേനിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ക്ലിമീസ് ബാവ തിരുമേനി, മുഖ്യമന്ത്രിയൊക്കെ പറയാറുണ്ട്, ക്ലിമീസ് ബാവ തിരുമേനിയാണ് പലപ്പോഴും പല വിഷയങ്ങളും. പണ്ട് കാലങ്ങളിൽ തിരുമേനിമാരുണ്ടായിരുന്നു, അവരെല്ലാം ഒരുപാട് വിഷയങ്ങളെ ഈ രാജ്യത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഈ സംസ്ഥാനത്ത്. പക്ഷേ നമ്മളെല്ലാവരും ഒരു നാട്ടിലെ മക്കളാണെന്ന തോന്നത്തഗതിയിൽ നമ്മളെ ഇന്ന് ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു പിതാവ് ക്ലിമീസ് ബാവ തിരുമേനിയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അത് നമ്മളൊന്ന് നിങ്ങളും ഒന്ന് വിലയിരുത്തി നോക്കിക്കോളാം. ഞാൻ പറഞ്ഞ സത്യമാണ്. തിരുമേനി എടുത്തുകൊണ്ട് സൂചിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല. തിരുമേനി എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ തിരുമേനിയുടെ ബർത്ത്ഡേക്ക് ഞാനുണ്ടായിരുന്നു. കേക്ക് മുറിക്കുമ്പോൾ എനിക്കും ഒരു കഷ്ണം തന്നു, അതിനെനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അത് അന്ന് എനിക്ക് തോന്നുന്നു, അന്ന് ഞാൻ മന്ത്രിയല്ല, തിരുമേനി എന്നെ വിളിച്ച് ഞാൻ കേക്ക് മുറിച്ചപ്പോൾ എനിക്കൊരു കേക്കിൻ്റെ കഷ്ണം കിട്ടി. ആ ഒരു സ്നേഹബന്ധം, ആ ഒരു ബഹുമാനം നമുക്കുണ്ട്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം ഒരു കുറേ നാളിന് ശേഷമാണ് ഒരു വേദിയിലെത്താൻ കഴിയുന്നത്.